പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം. ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവർ സമ്മാനിതരാകും. ആരുടെ പണി അഗ്നിക്കിരയാക്കുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു വലിയൊരു ചിന്ത ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം എന്നതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നും ഈ ഭൂമിയിൽ ജീവിച്ചതിന് യോഗ്യമായി നമുക്ക് ഒരു നിത്യജീവനുണ്ടെന്നും അതിന് യോഗ്യമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഒരു ശുദ്ധീകരണ സ്ഥലം നിയോഗിച്ചിട്ടുണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിലെ മനുഷ്യജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പലരും പറയും സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണാം ഈ ലോകത്തിൽ പല മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിശ്വാസ ജീവിതങ്ങൾ നയിക്കുന്നവർ. എന്നാൽ കത്തോലിക്കാ സഭയുടെ പ്രബോധനമനുസരിച്ച്, വിശുദ്ധരുടെ പഠനങ്ങളനുസരിച്ച്, ദൈവിക ദർശനങ്ങൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് തിരിച്ചറിയണം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് പതിക്കാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഇടവക ധ്യാനവുമായിട്ട് പോയ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 5 ദിവസത്തെ ധ്യാനത്തിനായിട്ടാണ് ഒരു ഇടവകയിൽ അവിടെ ചെന്നത്. ധ്യാനത്തിൻ്റെ ആദ്യ ദിനം വൈകുന്നേരം ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ ഒരു പുതിയ ഒരാശയം, സാധാരണ പല സ്ഥലങ്ങളിലും ധ്യാനിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്, അന്നൊന്നും ചെയ്യാതിരുന്നത് ഈ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. പെട്ടെന്ന് സെമിത്തേരിയിൽ അവിടെ ചെന്നു. പരേതരായിട്ടുള്ള ആത്മാക്കൾ അവരെ അടക്കം ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രചോദനം. പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തയിൽ തന്ന പ്രാർത്ഥന ഇതായിരുന്നു: ഇവിടെ ഈ ഇടവകയിൽ നിന്ന് മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളും ഈ ഇടവകയ്ക്ക് വേണ്ടി ഇന്ന് ആരംഭിക്കുന്ന ധ്യാനത്തിൽ ഈ ഇടവകയിലുള്ള എല്ലാ മക്കളും പങ്കെടുക്കുവാനായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള ആ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ പരേതരായിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് ഒരു അപേക്ഷ വയ്ക്കുകയും ദൈവസന്നിധിയിൽ ഈ ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം അവിടെ സംഭവിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ധ്യാനം ആരംഭിക്കുന്ന ആ ദിനത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം 5000-ഓളം പേര് ആ ഇടവകയിലെ ധ്യാനത്തിന് പങ്കെടുക്കുന്നത് കാണാനും അനുഭവിക്കുവാനും സാധിച്ചു. ആ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയൊരു വെളിച്ചം എനിക്ക് നൽകുകയും, കാരണം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഇടവകയിൽ മരണമടഞ്ഞിട്ടുള്ള അനേകം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് സഹായം അപേക്ഷിച്ചപ്പോൾ അവർ ദൈവസന്നിധിയിൽ ആ ഇടവകയിലുള്ള സകല മക്കൾക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ രീതിയിലാണ് അവർ ധ്യാനത്തിൻ്റെ 5 ദിവസവും പങ്കെടുത്ത് വലിയ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആ കൺവെൻഷനിൽ, ആ ധ്യാന ദിനങ്ങളിൽ അവർക്ക് ലഭിക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കണം.
ഇന്ന് പല മനുഷ്യരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടേതായിട്ടുള്ള സ്വകാര്യതയിൽ, സുഖസൗകര്യങ്ങളിൽ, ഒരു ചെറിയ വിശ്വാസ ജീവിതമെന്ന പോലെ അവരെ അവഗണിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ അവഗണിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിൽ കാണാനായിട്ട് പറ്റും. മരണശേഷം മിക്ക ആത്മാക്കളും എത്തിച്ചേരുന്ന ഏറ്റവും കഠിന വേദന അനുഭവിക്കേണ്ടി വരുന്ന അഗ്നി തടവറയാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് വിശുദ്ധർ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനോസ്, സഭയുടെ വലിയ ദൈവശാസ്ത്ര പണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനോസ് പറയുന്നത്, ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാളും ഭയാനകമാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാൾ ഭയാനകമാണ് ശുദ്ധീകരണ സ്ഥലം. വിശുദ്ധ അഗസ്റ്റിൻ, വലിയ പാണ്ഡിത്യമുള്ള ദൈവിക ദർശനങ്ങൾ അനുഭവിച്ച സഭയുടെ വലിയ ദൈവശാസ്ത്രജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത്, സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് പരേതരായ ആത്മാക്കളെ അവരുടെ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുവാനായി ലോകത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതും എല്ലായിടത്തേക്കും തുളച്ചു കയറുന്നതും ഭയാനകവുമായ അഗ്നിയിലൂടെ കടത്തിവിടുന്ന ആത്മാക്കളെ ശുദ്ധീകരിക്കുവാനും നിർമ്മലമാക്കുവാനും വേണ്ടിയുള്ളതാണെങ്കിലും ഈ ലോകത്തിൽ വച്ച് സഹിക്കാവുന്ന വേദനകളെക്കാൾ എത്രയോ ശക്തമാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്. കാരണം ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലം നമുക്കുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതത്തിൻ്റെ ആ അളവനുസരിച്ച് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് അവിടെ ഈ ഒരു ശുദ്ധീകരണത്തിലൂടെ ദൈവം കടത്തിവിടുമെന്ന് തിരിച്ചറിയണം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ്: കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപകടകരമാണെന്ന്. കാരണം അത് നീണ്ട ഒരു ശുദ്ധീകരണ കാലം നമുക്ക് ഒരുക്കും എന്ന് തിരിച്ചറിയണം. എന്നാൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ച് അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശരിയായ ജീവിതം നയിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം ഈ ലോകത്തിലും അനുഗ്രഹമായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്തെ കാലഘട്ടം കുറച്ച് ദൈവസന്നിധിയിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആ വ്യക്തിക്ക് ഇടയാകുമെന്ന് അനേകം വിശുദ്ധരായ ആത്മാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. സഭയെന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്തുനാഥൻ്റെ മൗതിക ശരീരമാണ്. ഈ സഭ എന്ന് പറയുന്നത് 3 തലങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന്, സ്വർഗത്തിലെ സഭ, അത് വിജയസഭ എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതാണ് സ്വർഗരാജ്യം, സ്വർഗീയ ഇടം. അതോടൊപ്പം തന്നെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന ഭൂമിയിൽ ജീവിക്കുന്ന നിവാസികൾ, അവരെ പറയും സമരസഭ. സ്വർഗത്തിലെ സഭയെ പറയുന്നത് വിജയസഭ എന്നാണ്. കാരണം അവരെല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് വിജയത്തിലെത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ സമരസഭയാണ്. ആ സഭയെ പറയുന്ന സമരസഭയാണ്. കാരണം തിന്മയുമായിട്ട് ഒരു സമരത്തിലാണ് നമ്മൾ, അന്ധകാര ശക്തികളുമായിട്ട് നമ്മൾ ഒരു മത്സരത്തിലാണ്. അപ്പോൾ അവിടെ ആ സഭ എന്ന് പറയുന്നത് സമരസഭ എന്ന് പറയും. ഭൂമിയിലെ നിവാസികൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ. മറ്റൊന്ന്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, അതിനെ സഹനസഭ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 തലങ്ങൾ അടങ്ങുന്നതാണ് കത്തോലിക്ക സഭ എന്ന് തിരിച്ചറിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് അതിനുവേണ്ടി, ആ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കും. ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥനകൾ വഴിയും ഉപവാസം വഴിയും മറ്റ് നന്മ പ്രവൃത്തികൾ വഴിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ യാതനകൾക്ക് അവർക്ക് ആശ്വാസം പകരുവാൻ കഴിയുമെന്ന് അനേകം വിശുദ്ധരായിട്ടുള്ള ആത്മാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 12-ാം അധ്യായം 45 യൂദാസിനെ കുറിച്ച് പറയും. യൂദാസ് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുവാൻ അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. കാരണം മക്കബേയക്കാരുടെ പുസ്തകത്തിൽ ആ ജനത്തെ, ഇസ്രായേൽ ജനം, അവർ യുദ്ധങ്ങളിലും മറ്റുള്ള മേഖലകളിലൂടെ കടന്നുപോയി മരണമടഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി ഈ പാപപരിഹാര കർമ്മം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം എന്താ? മരിച്ചവരെന്നേക്ക് നിത്യമായി നശിച്ചു പോകുന്നില്ല. അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമെന്നുള്ളൊരു വിശ്വാസം ആദിമ സമൂഹത്തിൽ, സഭയിൽ ഉണ്ടായിരുന്നു.
വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിലെ സംഭവം ഇപ്രകാരം ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ പാദ്രി പിയോ ആദ്യത്തെ പഞ്ചശതധാരിയായ വൈദികൻ, വിശുദ്ധ കുർബാനയുമായി ഐക്യപ്പെട്ട് ജീവിച്ച വിശുദ്ധൻ, വിശുദ്ധ കുർബാനയുടെ ശക്തി അനുഭവിച്ച വിശുദ്ധൻ. കാരണം വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് മോചനവും ആശ്വാസവും നൽകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അനുഭവിച്ച വിശുദ്ധ പാദ്രി പിയോ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധ്യതയുള്ള കുറേ ആത്മാക്കൾക്ക് വേണ്ടി പാദ്രി പിയോ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ദൈവം ആ ഒരു അനുഭവം പാദ്രി പിക്ക് കൊടുത്തു. കുറേ ആത്മാക്കൾ, പരേതരായിട്ടുള്ള കുറേ ആത്മാക്കൾ വിശുദ്ധ പാദ്രി പിയോയുടെ മുമ്പിൽ ആ രാത്രിയിൽ വന്ന് നന്ദി പറഞ്ഞു എന്ന് പാദ്രി പിയോ തൻ്റെ ജീവചരിത്രത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: വിശുദ്ധ പാദ്രി പിയോ തങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തെ കാലാവധി അത് പൂർത്തീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റി. ഈശോയോട് അത് നന്ദി പറയുവാൻ, ഈശോയോട് അത് പറഞ്ഞ് അതിന് ഇടയാക്കിയ പാദ്രി പിയോട് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നതെന്ന് ഈ ആത്മാക്കൾ പാദ്രി പിയോട് പറഞ്ഞ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ഈ ഒരു യാഥാർത്ഥ്യങ്ങളെ വിശ്വസിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന പരേതരായിട്ടുള്ളവർക്ക്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, അദ്ദേഹം ജീസസ് യൂത്തിലൊക്കെ വളരെ അഭിഷേകത്തോടെ പ്രവർത്തിച്ചു. ക്യാൻസർ രോഗം വന്ന് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും 2 കുഞ്ഞുമക്കളും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൻ്റെ 1ാം ചരമവാർഷികം ആഘോഷിക്കുന്ന അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസക്കാലം ഈ ഷെറിൻ്റെ ജീവിത പങ്കാളിയും 2 കുഞ്ഞുമക്കളും ഒരു ദിവസം 2 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. കാരണം ഒരു മാസക്കാലം അവരിതിനായിട്ട് ഒരുങ്ങുകയാണ്. ഷെറിൻ്റെ 1ാമത്തെ ചരമവാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പായി ഉള്ള ഒരു മാസക്കാലം അവർ ഒരുങ്ങുകയാണ് അത് നന്നായിട്ട് ആചരിക്കുവാനായിട്ട്. എങ്ങനെയാണ് അവർ ഒരുങ്ങിയത്? അവർ ഒരു മാസം തുടർച്ചയായിട്ട് 2 വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സഹോദരി എന്നോട് പറഞ്ഞത് ഇതാണ്: അച്ഛാ, ഷെറിൻ ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ, സ്വർഗരാജ്യത്തിലിരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറേ ആത്മാക്കൾ ഷെറിൻ്റെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയിലൂടെ ഈശോയുടെ അരികിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ്, ആ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഒരു കുർബാന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും മറ്റൊരു കുർബാന ഞങ്ങളുടെ ജീവിക്കുന്നവരും മറ്റുള്ള നിയോഗങ്ങൾക്ക് വേണ്ടിയും കാഴ്ചവെച്ച് പങ്കെടുക്കുന്നതെന്ന് ഈ സഹോദരി അവരുടെ അനുഭവം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, മാനുഷികമായ ബുദ്ധിയിലും യുക്തിയിലും അല്ലെങ്കിൽ ഈ ലോകത്തിലെ വിജ്ഞാനങ്ങളിലും അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ വസ്തുത, യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നില്ല. എന്നാൽ ദൈവിക ദർശനങ്ങളോട് തുറവിയുള്ള വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും ഈ വലിയ സത്യങ്ങൾ, ഈ വലിയ യാഥാർത്ഥ്യങ്ങൾ. ഇന്ന് എത്രയോ പേര് സ്വാർത്ഥതയിൽ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞ പരേതരായിട്ടുള്ള ആത്മാക്കളെ പോലും ചിന്തിക്കാതെ, വിചാരിക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാതെ, വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിൽ തിരക്കുകളുടെ ജീവിതം നയിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, തിരിച്ചറിയണം, ഈ തിരക്കുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരികയില്ല. തിരക്കുകൾ പറഞ്ഞ് ദൈവിക രഹസ്യങ്ങളെ മറന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ തകർച്ചയിൽ ചെന്ന് വീഴും. ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ തീവ്രതയും വേദനയും നൊമ്പരവും നമ്മൾ അറിയുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ വിളിക്കുന്നത്, ഈ ലോകത്തിലെ മനുഷ്യരെ നോക്കി അവർ കേണ് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ഞങ്ങളെ ഈ തകർച്ചയിൽ നിന്ന്, ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ വിശുദ്ധ കുർബാനയർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് കേണ് നിലവിളിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളുണ്ട്. നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇവരെ കരുതാതെ ജീവിച്ചതിനെ ഓർത്ത് നമ്മൾ കരയുവാനും നിരാശയ്ക്ക് അടിമപ്പെടാനും ഇടയാകുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകാം. വിശുദ്ധ വിൻസെൻ്റ് ഫെറി, അദ്ദേഹം വിശുദ്ധനായ മനുഷ്യനാണ്. വിശുദ്ധ വിൻസെൻ്റ് ഫെറിൻ്റെ ജീവിത അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി മരിച്ചു. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ
വിശുദ്ധിയുടെ ജീവിതം നയിച്ച ഈ വിൻസെൻ്റ് ഫെറി ഈ സഹോദരി മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് വേണ്ടി കൂടുതൽ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഈ വിശുദ്ധൻ അറിയാം, ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ശക്തി അറിയാവുന്നതുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ച സഹോദരിയാണെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കാലഘട്ടം ഒന്ന് കുറയ്ക്കുവാനായിട്ട് വിശുദ്ധ ഈ വിൻസെൻ്റ് ഫെറി കൂടുതൽ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. തീഷ്ണതയോടെ ഈ വിശുദ്ധൻ അനേകം കുർബാനകൾ ചൊല്ലി കാഴ്ചവെച്ച് അനേകം നാളുകൾക്ക് ശേഷം ഈ സഹോദരി, ഈ മരണമടഞ്ഞ ഈ സഹോദരി ഈ വിശുദ്ധൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സഹോദരൻ്റെ തീഷ്ണത നിറഞ്ഞ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ കാലയളവ് ശുദ്ധീകരണ സ്ഥലത്ത് എനിക്ക് കഴിയേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ദർശനത്തിൽ ഈ സഹോദരി വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാതെ, എന്തിന് അവരെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഈ ലോക സുഖങ്ങളിലും തിരക്കുകളിലും ജീവിക്കുന്നവർ മരണശേഷം വളരെയേറെ ക്ലേശിക്കേണ്ടി വരും. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ജീവിക്കുന്നവരോട് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന രോദനത്തെ അവർ ഈ ഭൂമിയിൽ അവഗണിച്ച് ജീവിച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ അവഗണിച്ച് ജീവിച്ചാൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് അനേകം നാളുകൾ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് വിശുദ്ധരായിട്ടുള്ള ആത്മാക്കൾ ഈ ലോകത്തോട് പഠിപ്പിക്കുന്നുണ്ട്. ബെലോണിയത്തിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് വിശുദ്ധരിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധ പറയുകയാണ്, ഈ വിശുദ്ധ കാതറിൻ, എനിക്ക് വിശുദ്ധരിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അതിലേറെ അനുഗ്രഹങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിശുദ്ധ പറയുന്നത്. കാരണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഈ വിശുദ്ധ കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി, ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി സഹായമായി പ്രാർത്ഥിക്കും എന്ന് തിരിച്ചറിയണം. ശുദ്ധീകരണ സ്ഥലത്തെ വേദനകളിൽ മോചിതരായി സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുമ്പോൾ അവർ ഭൂമിയിലുള്ള തങ്ങളുടെ സ്നേഹിതരെ മറക്കാതെ കടപ്പാടോടുകൂടി നന്ദിയോടുകൂടി അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ ഓർക്കും. കാരണം എന്താണ്? അവരൊരു കാലത്ത് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നപ്പോൾ ഈ ഭൂമിയിലുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്വർഗരാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാനിടയായി. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അവരൊരിക്കലും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ ഭൂമിയിലുള്ള മനുഷ്യരെ വിസ്മരിക്കില്ല. അവരുടെ സഹായങ്ങളിൽ, അവർക്കുണ്ടാകുന്ന അപകടങ്ങളിലും അസ്വസ്ഥതകളിലും തകർച്ചകളിലും ദൈവസന്നിധിയിൽ ഈ വിശുദ്ധരായിട്ടുള്ള ആത്മാക്കൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുവാനായി ദൈവത്തോട് ഈ ആത്മാക്കൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധരുടെ ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ ജത്രൂഡ്. കാരണം വിശുദ്ധ ജത്രൂഡ് ഒത്തിരിയേറെ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ. വിശുദ്ധ ജത്രൂഡിനോട് പിശാചുക്കൾ, കാരണം ഒരു കൂട്ടം പിശാചുക്കൾ അവളുടെ ആ മരണത്തിന് സമയമായ ആ മരണ നാഴികയിൽ ഈ പിശാചുക്കൾ കടന്നു വന്നിട്ട് ഒത്തിരി പീഡിപ്പിക്കുന്ന രീതിയിൽ. കാരണം എന്താണ്? പിശാചുക്കൾക്ക് ഭയങ്കര വെറുപ്പാണ്, ദേഷ്യമാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ ആ വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് തുടങ്ങും. എന്നാൽ വിശുദ്ധ ജത്രൂഡിൻ്റെ ജീവിതത്തിലെ സംഭവം നമുക്കൊരു ശക്തിയും ബലവും തരുന്നതാണ്. അപ്പോൾ വിശുദ്ധ ജത്രൂഡ് ഈ പിശാചുക്കൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ അധിക നാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണം ദൈവം ഉടനെ ആ വിശുദ്ധ ജത്രൂഡിനെ സഹായിക്കാനായിട്ട് മാലാഖമാരോ അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തിലുള്ള അതിന് മോചനം ലഭിച്ച ആത്മാക്കളെയല്ല വിട്ടത്. ഈശോ തന്നെ നേരിട്ട് വിശുദ്ധ ജത്രൂഡിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് എത്തി. വിശുദ്ധ ജത്രൂഡിനെ ആശ്വസിപ്പിക്കുവാൻ ഈശോ എത്തുകയും പിശാചിനെ തുരത്തുകയും ചെയ്തു. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി വിശുദ്ധ ചെയ്ത പ്രാർത്ഥനയും പരിഹാരവും പ്രത്യുപകാരമായി അവളുടെ സുഹൃതങ്ങൾ ഈശോ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമെന്ന് ജത്രൂഡിന് വാഗ്ദാനം കൊടുത്തു. നമ്മുടെ കർത്താവായ ഈശോ, ജീവിക്കുന്ന ഈശോ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഒത്തിരി കരുതലും സ്നേഹവും പ്രകടിപ്പിക്കും.
പ്രിയമുള്ളവരെ, ഈശോ കൊടുത്ത വില കൊടുത്ത രക്തവും ഈശോ കൊടുത്ത പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കൂടുതൽ സ്നേഹിക്കും. നമുക്കറിയാം, വിശുദ്ധ ജെർട്രൂഡിൻ്റെ പ്രാർത്ഥന ഓരോ ദിവസവും വിശുദ്ധ ജെർട്രൂഡ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെയും ദിവ്യ രക്തവും ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും, ലോകമുള്ള പാപികൾക്കും, സഭയുടെ പാപികൾക്കും, എൻ്റെ ഭവനത്തിലെ എൻ്റെ കുടുംബത്തിലെ പാപികൾക്കുമായി ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ ജെർട്രൂഡ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ തന്നെ വിശുദ്ധ ജെർട്രൂഡിന് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയെന്നാണ് വിശുദ്ധ അവളുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോ, ചിലർ പ്രാർത്ഥിക്കും, ഈശോ മറിയ ഔസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ, അവരെ രക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വർഷിക്കുന്നതായിട്ട് അനുഭവം അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സഭയുടെ ഒരംഗമാകുമ്പോൾ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത് സ്വർഗീയ കൂട്ടായ്മയിൽ വസിക്കുന്ന വിജയസഭയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി ശുദ്ധീകരണ സ്ഥലത്ത് അവർ ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമുണ്ട്. ആ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സഹന സഭയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന യേശുവിൽ അറിഞ്ഞ് യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു സമരസഭയുണ്ട്. ഈ മൂന്നും തമ്മിൽ ഐക്യത്തിലുണ്ട്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട്, വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ഈ മൂന്ന് തലങ്ങളിലുള്ള വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ, ആത്മാക്കളെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അനുഭവം ഒരിടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ആ നിമിഷം തന്നെ അവരോടൊരു പ്രാർത്ഥന സഹായം അവരോട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവർ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന സമർപ്പിച്ചപ്പോൾ ആ ഇടവകയിൽ തന്നെ ഒരു വലിയൊരു അത്ഭുതത്തിന് അത് കാരണമായി. നമുക്കും അവരെ സഹായിക്കുന്നവരാകാം. പ്രിയമുള്ളവരെ, എങ്ങനെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കാൻ പറ്റും? ഒന്നാമത് നമ്മുടെ വിശുദ്ധമായ ജീവിതവും നമ്മുടെ പരസ്നേഹ പ്രവൃത്തിയും. ഈ വിശുദ്ധമായ ജീവിതവും പരസ്നേഹ പ്രവൃത്തിയും വിശുദ്ധരായിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി കൂടി കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റും. കാരണം വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. വിശുദ്ധ മാർട്ടിൻ, അദ്ദേഹം ഒരു ഭിക്ഷക്കാരനെ വഴിയിൽ കണ്ടു. അദ്ദേഹം തണുത്ത് വിറച്ച് നിൽക്കുന്ന ഈ ഭിക്ഷക്കാരന് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കീറി ഈ ഭിക്ഷക്കാരനെ ആ തണുപ്പിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വിശുദ്ധ മാർട്ടിൻ ഒരു പ്രവൃത്തി ചെയ്തു. ആ രാത്രിയിൽ വിശുദ്ധ മാർട്ടിൻ്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. മാർട്ടിൻ കൊടുത്ത ആ വസ്ത്രം ധരിച്ച് ഈശോ മാർട്ടിൻ്റെ മുമ്പിൽ, വിശുദ്ധ മാർട്ടിൻ്റെ മുമ്പിൽ വന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ആ പ്രവൃത്തി ചെയ്തിട്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ ആ സഹനത്തിൻ്റെ ആ തീച്ചൂളയിൽ നിന്ന്, വേദനയുടെ തീച്ചൂളയിൽ നിന്ന് അവരെ രക്ഷിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ കഴിവിൻ്റെ ആ തോതനുസരിച്ച് വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഒത്തിരി പേര് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇടവകളിൽ ചെന്നിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഒരു മനോഭാവം ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഒത്തിരി പേര്, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിച്ച് തങ്ങളുടെ പരേതരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുകയും വന്ന് ആശ്രമത്തിൽ വന്ന് കുർബാനകൾ അർപ്പിക്കുവാനായിട്ട് അവർ പൈസ കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ വിശ്വാസം നമ്മൾ നോക്കണം. പരിശുദ്ധാത്മാവ് കാരണം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ വലിയ സത്യം. വിശുദ്ധ കുർബാനയർപ്പിച്ച് പരേതരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെടാൻ തക്ക വിധം അവരുടെ കുറവുകൾ ഈശോ പീഡാസഹനങ്ങളുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, അവൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അവരെ വിശുദ്ധീകരിച്ച് രക്ഷിക്കും. മറ്റൊന്ന്, നമ്മുടെ വേദനകളും സഹനങ്ങളുമൊക്കെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി കാഴ്ചവെക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, വിശുദ്ധർ വെളിപ്പെടുത്തിയതാ, ഈ ഭൂമിയിലെ സഹനങ്ങളും വേദനകളും ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല.
ഇതൊക്കെ വളരെ നിസ്സാരമാണ്. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളുടെ അവിടേക്കുള്ളവരുടെ അനുഭവം, വേദന കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിലെ ചെറിയ സഹനങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ നമ്മൾ ആ ഒരു തകർച്ചയിൽ ചെന്ന് വീഴാതിരിക്കുവാൻ, ആ ഒരു അവസ്ഥയിൽ ഈ സഹന സഭയിൽ അധികനാൾ, ആ ദീർഘനാൾ അവിടെ വീഴാതെ സ്വർഗരാജ്യത്തിലേക്ക് വേഗം എത്തിച്ചേരുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ വിസ്മരിച്ച് ജീവിച്ചാൽ നമ്മൾ കൂടുതൽ നാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. മറ്റൊന്ന്, വെഞ്ചരിച്ച വെള്ളം തളിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വെഞ്ചരിച്ച വെള്ളത്തിന് വലിയ ശക്തിയുണ്ട്. സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയിലൂടെ ആ വെഞ്ചരിച്ച വെള്ളം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള കുറവുകൾ വിട്ടുമാറപ്പെടും. വിശുദ്ധ പീറ്റർ ഡാമിയൻ മെത്രാനായിരുന്നു, കർദിനാളായിരുന്നു. കാരണം വിശുദ്ധ മറിയ, അതുപോലെ തന്നെ അദ്ദേഹം ബാലനായിരിക്കുന്ന സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പീറ്റർ ഡാമിയൻ. അപ്പോൾ പീറ്റർ ഡാമിയൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ മെത്രാനായി വിശുദ്ധനാക്കി മാറ്റിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ ആത്മാക്കളെ സഹായിച്ചാൽ അവർ നമുക്ക് വലിയ നന്മകൾ ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. ഈ ദിനത്തിൽ ഇന്നു മുതൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. ജീവിതത്തിൽ കൂടെ അവരെ ഒന്ന് സ്മരിക്കാം, ഓർക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതമായി തരം താഴാതെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് സ്വർഗവും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ സഹന അനുഭവിക്കുന്ന ആത്മാക്കളുമൊക്കെയോ നമ്മുടെ കൂട്ടായ്മയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാതെ സഹന സഭയുടെ ഭാഗമായ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ കൂടെ ഓർക്കുവാനും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും അവരുടെ മോചനത്തിന് വേണ്ടി ഞങ്ങളുടെ ത്യാഗങ്ങളും സഹനങ്ങളും ഞങ്ങളർപ്പിക്കുന്ന കുർബാനകളും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹവും അഭിവൃദ്ധിയും സമാധാനവും പകർന്നു തരുമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.